ശ്രീ പാണ്ഡ്യാല ഷാജി, അങ്ങ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെച്ചത് പിണറായി എന്ന ഒരു പേരിലേക്ക് ഈ CPM എന്ന സംഘടന ചുരുങ്ങിപ്പോയതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ കാണുന്നത്. പിണറായിയുടെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഈ കൂട്ടിച്ചേർക്കൽ എന്നതുപോലും അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ ഈ വിഷയം പരിഗണിക്കുകയാണെങ്കിൽ ആത്യന്തികമായി പാർലമെന്ററി രാഷ്ട്രീയമാണല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ ഇവിടെ ജനാധിപത്യ കക്ഷികളെല്ലാം പുലർത്തുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ CPMന് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അവരുടെ ഉറച്ച വോട്ട് ബാങ്ക് ആ ഹിന്ദു വോട്ട് ബാങ്ക് ആയിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളായിരുന്നു CPMനെ ഇത്ര കാലവും പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി കഴിഞ്ഞ കുറേ നാളുകളായി CPM അനുവർത്തിച്ച ഒരു ശൈലി ന്യൂനപക്ഷങ്ങളോട് അങ്ങേയറ്റം ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ഭൂരിപക്ഷത്തെ മുഴുവൻ അവർക്കൊരു ശക്തിയുമില്ല, അവരെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്ന രീതിയിലായിരുന്നു ഇവിടെ CPMന്റെ നേതാക്കൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ 2024 തെരഞ്ഞെടുപ്പ് വരെ കാണുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നയവ്യതിയാനം CPMൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രമാണോ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഭേദഗതി? അതല്ല, അങ്ങനെയല്ല മേഡം. അതിനകത്തൊരു പോർഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി ഈ കരട് രാഷ്ട്രീയ പ്രമേയം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കെടുതി, ഒരു അപകടം അപകടം എന്നല്ല, ഒരു വലിയ ദുരന്തം എന്താന്ന് പറയാൻ, BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത സ്വഭാവമുള്ള ഒരു പാർട്ടിയെ കേരളത്തിലെ പാർട്ടിക്കാരുടെ മുമ്പിലും അഖിലേന്ത്യാ തലത്തിൽ അതിന് ലിമിറ്റഡ് ആയിരിക്കുന്ന അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്, അവരുടെ മുമ്പിലും ഈ പാർട്ടി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതാണ്. ഈ അണ്ടർ എസ്റ്റിമേറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കകത്ത് ഭാവിയിൽ രൂപപ്പെട്ടു വരാനിരിക്കുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി രാഷ്ട്രീയമുണ്ട്. ആ മുന്നണി രാഷ്ട്രീയം അപ്രസക്തമാണ് എന്ന BJPയുടെ വാദത്തെ വളരെ ശക്തമായി തിയററ്റിക്കലായി, പ്രായോഗികമായി, പ്രാക്ടിക്കലായി ഈ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം ന്യായീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടകരമായിരിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമതായി ഈ നമ്മുടെ വക്കീലുകളെ അദ്ദേഹം ഏത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടട്ടാ. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എഴുതിയ സാധനം, PS ശ്രീധരൻപിള്ള എഴുതിയെന്ന് പറയുന്ന സാധനത്തിൽ ഞാനത് പലപ്പോഴും പറയുന്നതാണ്. ഇയാൾക്ക് ഇങ്ങനെ വലിയ അടിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടാ. നിങ്ങൾ വെറുതെ ഈ ഇല്ലാത്തൊരു കുറേ കഥയൊന്നും കൊണ്ടൊരു നാട്ടുകാരുടെ മുമ്പിൽ വീണ്ടും ഇങ്ങനെ ആവർത്തിപ്പിക്കരുത്. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ വളരെ മോശമായി എനിക്കത് സംസാരിക്കേണ്ടി വരും. ഞാൻ ഒരു തവണ ഇതേ ഫ്ലോറിൽ വെച്ച് ഞാൻ പറഞ്ഞാണ്, അയാൾ കഴികൊണ്ട് ആശുപത്രിയിലെ ജയിലിൽ കിടന്നത് ആദ്യം കാണാൻ പോയ ഒരു കൂട്ടത്തിനകത്തുള്ള ഒരാളാണ് ഞാൻ. അന്ന് വളരെ ചെറിയ കുട്ടിയാണ്, അത് വേറെ വിഷയം. അപ്പം അതുകൊണ്ട് ഇയാളെക്കാൾ മാരകമായി കൊണ്ടിരിക്കുന്ന എത്രയോ പാർട്ടി സഖാക്കൾ അത് മാത്രമല്ല, അതേലുണ്ടെന്ന് ജനസംഘത്തിനകത്തുള്ള എത്രയോ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പിണറായി ഗ്രാമത്തിനകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നും ജീവിച്ചിരിക്കുന്ന ചോര തുപ്പുന്ന ആളുകൾ ഇന്നും ഉണ്ട്, അത് വേറെ വിഷയം. അപ്പൊ അതിനകത്തുള്ള ഒരു വലിയ വില്ലാളി വീരനാണ് ഇയാളെന്നില്ല. പക്ഷെ പ്രശ്നം കിടക്കുന്ന എവിടെയാണ്? നിങ്ങൾ ഇത്രയും കാലമായി കേരള പൊളിറ്റിക്സിനകത്ത് ഏറ്റവും ഗൗരവകരമായി ഉയർത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ എന്തായിരുന്നു പൊളിറ്റിക്കൽ സ്ലോഗൻ? ആ പൊളിറ്റിക്കൽ സ്ലോഗൻ ഇപ്പോൾ മൈനസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ ഘടകം എന്താണ്? ഏത് വർഗപരമായിരിക്കുന്ന വിശകലന രീതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റും അല്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഈ അവസ്ഥയിലേക്ക് ഇത് പറയാൻ നിങ്ങൾക്ക് പ്രേരിപ്പിക്കാത്ത ഘടകം എന്താ പറയുക? അതല്ല എന്ന് നിങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ പറയുക? അവിടെ ഒറ്റ ഘടകം, ഒരു പ്രത്യയശാസ്ത്രപരമായ ബൗണ്ടിങ്സിന്റെ ഇതിനല്ലാതെ, മറിച്ച് ഇയാളുടെ കുടുംബവും പെട്ടിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന അയാൾക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല. പിന്നെ വക്കീലെ അയാൾക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല. ഞാൻ എത്രയോ തവണ ഈ ചാനലിനകത്ത് ഞാൻ പറഞ്ഞാണ്, BJP വിചാരിച്ചാൽ within no time he will be arrested with his family. സംശയമുണ്ടെങ്കിൽ ഇതിനകത്ത് തീഹാർ ജയിലിൽ കിടക്കുകയാണിത്. ഇപ്പൊ ഇയാൾ ഇതേ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് നമ്മളെ നോക്ക്. അല്ല, എന്തുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു മിനിറ്റ് വക്കീല, ഞാൻ നിങ്ങളുടെ ഇടപെടുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഈ ഒരുമാതിരി എന്താ നിലവാരമില്ലാതെ സംസാരിക്കല്ലെങ്കിൽ ഞാൻ വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെന്റ് ഗൗരവതരമായ സ്റ്റേറ്റ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നില്ല അതിന്റെ മലയാളികളൂടെ പറഞ്ഞേ പിന്നെ നിങ്ങൾ അതേ സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരം എന്ത് why it happened so, അതാണ് വിഷയം. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മൗലികമായിരിക്കുന്ന വിഷയം എന്താണ്? പാർട്ടി എന്ത് രാഷ്ട്രീയ നിലപാടെടുത്തു? ഈ കണ്ണൂർ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താ? ആ നിലപാട് ഇംപ്ലിമെന്റ് ചെയ്തിനോ? പകരം നിങ്ങൾ ഇപ്പോ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നും ഇന്നലെയുമായി നടന്നിരിക്കുന്ന നിക്ഷേപ സംഘമുണ്ടല്ലോ,
ഈ സംഗമത്തിനകത്ത് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ആരാണ് ഈ പാർട്ടിസിപ്പൻസ്? ഏത് വർഗപരമായ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി അതിനെ ന്യായീകരിക്കുന്നത്? ഏത് വർഗപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാധനം? ഇതേ സമയത്ത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എത്രയാ? 1.5 ലക്ഷം കോടി. അതെല്ലാം കൂടി 3.5 ലക്ഷം കോടി രൂപ വരും സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പദ്ധതികൾ. പക്ഷേ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ വയനാട്ടിലെ ദുരന്തം. ഈ ദുരന്തത്തിന് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പണം തന്നില്ല എന്ന് പറഞ്ഞ് 4 ദിവസം വാഴ പിടിച്ചിരിക്കുന്ന നിങ്ങൾ എന്തേ പിന്നെ ഒരു അക്ഷരം ഉരിയാടാത്തെ? എന്തേ ഉരിയാടാത്തെ? ഈ ഉരിയാടാത്തതിന്റെ വിഷയമാണ്. എന്താ വിഷയം എന്നറിയോ? നിങ്ങളുടെ അണ്ണാക്കിൽ കൊണ്ടുപോയിട്ട് ആര് വെച്ചാ വെടിയാന്നറിയോ? BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ആലോചിച്ച് ചെയ്തിരിക്കുന്ന പണിയാണിത്. അനങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്താ മാർഗം? ഈ മോദിയുടെ മുന്നിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യല്ലാതെ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു മിനിറ്റ് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയില്ലടോ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് അഴിമതിയുടെ ചെടിക്കുണ്ടിലായി കമ്മീഷൻ വാങ്ങിയിട്ടും മറ്റെല്ലാം ധൂർത്തടിച്ചിട്ടും ഈ കേരളത്തെ നിങ്ങൾ കൊള്ളയടിച്ചിരിക്കുന്നു. ആ കൊള്ളയടിച്ചപ്പോഴാണ് 100 കണക്കിന് പാർട്ടീസുകാരുടെ ജീവനും രക്തവും കൊണ്ട് പടുത്തുയർത്തേക്കുന്ന പാർട്ടിയെ ഇമ്പിച്ചാടിയ മുള്ളുവരെ ഒരു തവണ പറഞ്ഞാണിത്. ഇമ്പിച്ചാടിയ മുള്ളുവരെ കളയാൻ നാണമുണ്ടോ ഇയാൾക്ക്? ധൈര്യമൊക്കെ ഇയാൾക്ക് ചെയ്യാൻ? എത്ര ആളുകൾ മരിച്ചുകൂടെ പാർട്ടിയാണോ ഇത്? എത്ര ആളുകൾ മരിച്ചുകൂടെ പാർട്ടിയാണിത്? ഏത് നിലപാടിന് വേണ്ടിയിട്ടാണ് 1964 ഈ പാർട്ടി സമരം ചെയ്തത് അല്ലേ? ഇന്ത്യയിലെ മുതലാളി വർഗത്തെ, ഇന്ത്യൻ ഭരണവർഗത്തെ എങ്ങനെ വിലയിരുത്തണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ വിഷയത്തിന്റെ മേലെയാണ് അല്ലേ അതിന്റെ മോഡല് വന്നത്. ഇപ്പൊ ഈ വർഗപരമായ നിലപാടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് BJPയുടെ സെൻട്രൽ ലീഡർ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ ഒട്ടനവധി വ്യവസായികളുണ്ട്. ഇതെല്ലാം തന്നെ വരുന്നത് ഏതുകൂടിയാണ്? അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കുന്ന ഭീമന്മാരായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ വരുന്നു എന്ന് പറയുന്ന സംഭവത്തെ വികസനവുമായി ബന്ധിപ്പിക്കുന്നതിനും കേരളത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കേരളത്തിലേക്ക് ഇപ്പൊ വന്നതിന്റെ അത് കൂടുതൽ ഏറ്റവും കൂടുതൽ വന്ന ആശുപത്രിക്കാരാണ് വന്നിട്ടുള്ളത് അല്ലേ? മറ്റേതാണ് വരുന്നതാരാ? അദാനിയാണ് വന്നത്. 30,000 കോടി രൂപയുടെ അദാനിയാണ് വന്നത്. നിങ്ങൾക്ക് അണ്ണാക്കൽ കുരിപ്പ് വന്നിട്ടുള്ളൂ ഇയാൾക്ക് ഉണ്ടോ? അപ്പൊ വർഗപരമായ നിലപാടിനകത്ത് നിന്ന് മാറ്റം വരുന്നത് പല അർത്ഥം എന്താണല്ലോ? പാർട്ടിക്ക് നിലപാടില്ല എന്നാണ് അർത്ഥം. ഈ നിലപാടില്ലായ്മയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ നിലപാടില്ലായ്മ കൊണ്ട് തന്നെ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 51 തീരുമാനിച്ച ഘട്ടം തൊട്ട് തന്നെ പാർട്ടി കണ്ടുവന്നിട്ട് അതിന്റെ ദിശ തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒറ്റ മിനിറ്റ് കൂടി വേണം. ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ CPI or CPIM ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സൈദ്ധാന്തികമായി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഫാക്ട്. ആ ഫാക്ടിനെ മുറിച്ചു കടക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന്റെ ബുദ്ധിപരമായ അന്വേഷണത്തിന് പകരം കള്ളന്മാരും ഇവിടെ മടയായി തീർന്നപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ. കട്ടത മുഴുവൻ തന്നെ സംരക്ഷിക്കണം. ഇതിൽ കടക്കാൻ താല്പര്യമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. അപ്പോൾ നേരെ പറ്റി കാലിൽ വീഴുകയാണ്. ആ കാലിൽ വീഴുന്നതിനാണ് ഈ കരട് പ്രഖ്യാപിച്ചത് എന്ന നിസ്സഹായമായ അവസ്ഥയാണ്. വാസ്തവത്തിൽ ഈ കരട് രേഖയുടെ ആകെ തുക എന്ന വസ്തുതയാണ് ഈ പറയുന്ന റൗണ്ടുകാർക്ക് പിന്നെ പറയാനുള്ളത്. ഓക്കെ.